ഗുരുവായൂർ കേശവൻ കേവലമൊരു ആന മാത്രമല്ല, അളവുകളെല്ലാം ഒന്നിച്ചു വരുന്ന, എഴുന്നള്ളിച്ചു കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു അലങ്കാരമാണ് ഗുരുവായൂർ കേശവൻ. പറഞ്ഞു വരുന്നത് തലപ്പൊക്കമുള്ള ഒരു നേതാവിനെക്കുറിച്ചാണ്. മറ്റാരുമല്ല, ഡോക്ടർ ശശി തരൂർ, വിശ്വപൗരനെ നാളെ തടി പിടിപ്പിക്കാം എന്നാണ് വിചാരമെങ്കിൽ എഴുന്നള്ളത്തിനുള്ള ആന സ്പെഷ്യൽ ക്ലാസ്സാണ്. ഇത് മനസ്സിലാക്കേണ്ട ചുമതല കോൺഗ്രസ്സുകാർക്ക് ഇല്ലാതെ പോയോ എന്ന സംശയമുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്കൊക്കെ ശശി തരൂർ ഇടയുന്നത്. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ശശി തരൂരിനെ ഭംഗിയായി വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടോ? ഇപ്പോൾ ശശി തരൂരിനെ കുറിച്ച് ഏറെ വാർത്തകൾ, നെഗറ്റീവായും പോസിറ്റീവായുമുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതാ അദ്ദേഹം LDF-ൽ പോകുന്നു. വ്യവസായി, ഒരു ഗൾഫ് കേന്ദ്രീകൃത വ്യവസായിയുമായി വലിയ സംഭാഷണമാണ്. പിണറായി വിജയൻ്റെ സ്വന്തം ആളാണ്, ഏജന്റാണ് ആ വ്യവസായി. ആ വ്യവസായിയുടെ ഓഫറിൽ തരൂർ വീണിരിക്കുന്നു. ഇതാ ഇടതുപക്ഷത്തേക്ക് വരുന്നു, ഒന്നുകിൽ നേരിട്ട് CPM-ൽ വരുന്നു, അല്ല എങ്കിൽ ഒരു പ്രാദേശിക പാർട്ടി ഉണ്ടാക്കി 8-10 MLA-മാരെ സൃഷ്ടിക്കാനായി ഇടതുപക്ഷവുമായി വിലപേശൽ നടത്തുന്നു. ഇതൊക്കെയാണ് കേട്ടതെല്ലാം പതിരായിപ്പോയി. എന്തൊക്കെയോ ഉണ്ട്, തീയില്ലാതെ പുകയുണ്ടാവില്ലല്ലോ. പക്ഷേ അത് തീയായി ആളിക്കത്താൻ പറ്റുന്ന ഒരു കനലൊന്നും ആയിരുന്നില്ല എന്ന് വേണം ഇപ്പോൾ കരുതാൻ. തരൂറിനെ ഇതാ മെരുക്കിയെടുത്തിരിക്കുന്നു. വീണ്ടും ഒരിക്കലല്ല, പലയാവർത്തി ഇടയുകയും മെരുങ്ങുകയും മെരുക്കപ്പെടുകയും തന്ത്രപരമായി ഇങ്ങനെ മാറിയും മറിഞ്ഞും ചാഞ്ഞും ചെരിഞ്ഞും ഒക്കെ നിന്ന ഒരാളാണ് ശശി തരൂർ. പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹം തൻ്റെ സംഘടനയായ കോൺഗ്രസ് പാർട്ടി വിട്ടുപോയിട്ടില്ല. 4 ടൈം MP. ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം, പാർട്ടി അർപ്പിച്ച വിശ്വാസം, പാർട്ടിക്കെതിരെ നിലപാടെടുക്കുമ്പോഴും അദ്ദേഹം പാർട്ടി വിടുക എന്ന സാഹസം കാട്ടിയിട്ടില്ല. ഉന്നത നേതാക്കളായ AK ആന്റണിയും K കരുണാകരൻ പോലും വിട്ടുപോയിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് ഓർക്കണം. പിന്നീട് അവരൊക്കെ തിരിച്ചു വന്നു എന്നതും ചരിത്രമാണ്. തരൂർ പോയിട്ടില്ല. തരൂർ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ച് നടന്ന ഒരു സമ്മേളനത്തിൽ, മഹാപഞ്ചായത്തിൽ, രാഹുൽ ഗാന്ധി തരൂറിനെ അപമാനിച്ചു, അവഗണിച്ചു, ഒരു മൂലയ്ക്ക് ഇരുത്തി എന്നൊക്കെയാണല്ലോ ആരോപണം വന്നത്. അത് ഒട്ടൊക്കെ ശരിയാണ് താനും. രാഹുൽ ഗാന്ധിക്കൊന്നും ഈ മുഖത്ത് വരുന്ന ഒരു കള്ളച്ചിരി ചിരിക്കാനോ അല്ലെങ്കിൽ ഇല്ലാത്ത സൗഹൃദം നടിക്കാനോ ഒന്നും കഴിയാത്ത ഒരു പച്ചപരമാർത്ഥിയാണ് രാഹുൽ ഗാന്ധി എന്ന് കരുതേണ്ടി വരും. അതുകൊണ്ടാണല്ലോ തരൂരിനെ കണ്ടപ്പോൾ ഹസ്തദാനം ചെയ്യാൻ മെനക്കെടാതെ പോയതും അദ്ദേഹത്തിൻ്റെ പേര് പോലും പരാമർശിക്കാതെ പോയതും ഒക്കെ. ഇപ്പോൾ പറയുന്ന സംഘടനാ നേതാക്കൾ എഴുതി കൊടുത്ത പേരുകളിൽ ശശി തരൂരിൻ്റെ പേരില്ലായിരുന്നു. പക്ഷേ ശശി തരൂർ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണല്ലോ, അതറിയാത്തതല്ലല്ലോ രാഹുൽ ഗാന്ധി. ഈ പെട്ടെന്നങ്ങ് വിട്ടുപോയതല്ല, മനഃപൂർവ്വമായി വിട്ടുപോയതാണെന്ന് തന്നെയാണ് മഹാഭൂരിപക്ഷം കോൺഗ്രസ്സുകാരും കണ്ടുനിന്നവരും ഒക്കെ വിശ്വസിക്കുന്നത്. പക്ഷേ അതെന്ത് തന്നെ ആയിരുന്നാലും പ്രായശ്ചിത്തം ഉണ്ടായിരിക്കുന്നു. തരൂർ മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന താൻ തന്നെ മത്സരിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെയാണല്ലോ പരാജയപ്പെട്ടത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. അതുപോലെ രാഹുൽ ഗാന്ധിയെയും ഡൽഹിയിൽ വെച്ച് കണ്ടു, എല്ലാം സെറ്റപ്പാക്കി ചില ഉറപ്പുകളും കൊടുത്തു എന്നാണ് മനസ്സിലാക്കുന്ന. ഉറപ്പിൻ്റെ ഒരു അടിസ്ഥാനം എന്താണ്? തരൂറിനെ കുറിച്ച് കോൺഗ്രസ് നേതാക്കൾക്ക് കേരളത്തിൽ ഉണ്ടായ ഒരു ചുരുക്ക് എന്താണെന്ന് ചോദിച്ചാൽ, ഇവരെക്കാളും എല്ലാം തലപ്പൊക്കത്തിൽ തരൂർ നിൽക്കുന്നു. താരമൂല്യമുള്ള ആളാണ്. തരൂറിന് സ്വന്തമായി ഒരു ഫാൻ ബേസ് ഉണ്ട്. സ്വന്തമായി ആ രീതിയിലുള്ളൊരു ഫാൻ ബേസ് ഉള്ള ഒരു കേരള നേതാവുമില്ല. സംഘടനയുടെ ബലമാണ്, അല്ലെങ്കിൽ ഗാന്ധി നെഹ്റു ഫാമിലി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ആ ഒരു മാസ്മരികത, അതാണ് കോൺഗ്രസിൻ്റെ ഒരു ബലമെന്ന് പറയുന്നത്. ഇവിടുത്തെ ഏതെങ്കിലും ഒരു പ്രത്യേക നേതാവ്, മുൻകാലത്ത് K കരുണാകരനോ ആന്റണിയോ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയോ അനുഭവിച്ചിരുന്ന ആ ഒരു തരം ജനപ്രീതി ഇപ്പോൾ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ കളക്റ്റീവ്ലി ടേക്കൺ കോൺഗ്രസ് സംഘടന ഏതാണ്ട് ഇപ്പോൾ ചരിത്രത്തിലെ ഏതാണ്ട് ഭദ്രമായ നിലയിലാണ്. തീരെ വലിയ അടിസ്ഥാന പ്രശ്നങ്ങളൊന്നുമില്ല. ഗ്രൂപ്പ് വഴക്കുകൾ അതിൻ്റെ പാരമ്യത്തിലെത്തുന്ന കാലവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇപ്പോൾ ശാന്തമാണ് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം. അല്ലെങ്കിൽ ഉപരിതലത്തിലെങ്കിലും അത് ശാന്തമാണ്. അവിടെ തരൂറിന് എന്തു പറഞ്ഞ് പുറത്തു പോകാനാവും? തരൂർ ഒന്നുകിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് തന്നെ അവഗണിക്കുന്നു എന്ന് പറയണം. അങ്ങനെ പറഞ്ഞിരുന്നു. തരൂറിനെതിരെ പലപ്പോഴും പ്രസ്താവനയുമായി നിന്നത് ചില ഒറ്റയാന്മാരാണ്, അല്ലെങ്കിൽ ചില തടിമുടിക്കുള്ള ചില കോൺഗ്രസ്സുകാരാണ്. അതിൽ മുരളീധരനുമോ അല്ലെങ്കിൽ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താനും ഒക്കെ മാറിയും പറഞ്ഞും ഒളിവീഡിയോകളൊക്കെ വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പലരും ആവർത്തിച്ച തരൂറിൻ്റെ വിശ്വാസ്യതയെ കേരളത്തിനുള്ളിൽ നിന്നുകൊണ്ട് ചോദ്യം ചെയ്യുന്നു. തരൂർ ഇങ്ങനെയല്ല പെരുമാറേണ്ടത്, കോൺഗ്രസ് ലൈൻ എപ്പോഴും അഡോപ്റ്റ് ചെയ്യേണ്ടതാണ്. പക്ഷെ നോക്കൂ, ഈ കോൺഗ്രസ് ലൈനേക്കാൾ ഉപരിയല്ലേ തരൂർ ലൈൻ എന്ന് പറയുന്നത്? ഒരു സംഘടനയിൽ നിൽക്കുമ്പോൾ സംഘടന ലൈൻ പാലിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ്. പക്ഷേ
അദ്ദേഹം കോൺഗ്രസ് സംഘടനയിൽ കൂടി വളർന്ന് വലുതായി ഒരു നേതാവായ ആളല്ലല്ലോ. അദ്ദേഹം സ്വന്തമായി ഒരു അസ്തിത്വം ലോകത്ത് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അദ്ദേഹം തൻ്റെ മാതൃ സംസ്ഥാനമായ കേരളത്തിലേക്ക് വന്ന് പ്രവർത്തിക്കാനൊരിടമെന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിച്ചു. കോൺഗ്രസ് അദ്ദേഹത്തിന് നൽകി MP സ്ഥാനം നൽകി. അത് തരൂരിൻ്റെ വ്യക്തിപരമായ വോട്ട് മാത്രമല്ലല്ലോ തിരുവനന്തപുരത്തുള്ളത്, അദ്ദേഹത്തിന് ഫാൻ ഫോളോയിങ് കൊണ്ട് ശരിയാണ്. ഒറ്റയ്ക്ക് നിന്നാൽ തരൂരിന് കേരളത്തിലെ ഏതെങ്കിലും നിയമസഭാ മണ്ഡലത്തിൽ പോലും ജയിച്ചു വരാനാവുമോ? ഒരുപക്ഷെ ഒരു പഞ്ചായത്ത് മണ്ഡലത്തിൽ പോലും ജയിച്ചു വരാൻ ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ശശി തരൂർ. അതേസമയം തരൂരിൻ്റെ മാസ്മരികതയും കോൺഗ്രസിൻ്റെ ഗുഡ്വിൽ ജനറേഷനും എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ ജയിച്ചു വരുന്നു എന്നതാണ് സത്യം. അപ്പോൾ MP ആയി, കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായി. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മത്സരിക്കാൻ കഴിഞ്ഞല്ലോ. മത്സരിക്കാൻ കഴിഞ്ഞതിന് തന്നെ വലിയ ഭാഗ്യമല്ലേ. ഒരു കോൺഗ്രസിൻ്റെ പുനഃസംഘടന നടന്നു, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു. അദ്ദേഹത്തിന് ജയിക്കാൻ സാധിച്ചില്ല, കുറച്ച് വോട്ടുകൾ കിട്ടി, പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് കിട്ടി. അദ്ദേഹം സാന്നിധ്യം അറിയിച്ചു. കോൺഗ്രസ് മഹാമനസ്കതയോടെ തന്നെ അദ്ദേഹത്തെ ഓണറബിളായി വർക്കിംഗ് കമ്മിറ്റിയിൽ അംഗമാക്കി മാറ്റിയല്ലോ. അതുമാത്രമല്ല, ലഭിക്കാവുന്ന പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഒരു MP ലഭിക്കാവുന്ന അത്യപൂർവം സൗഭാഗ്യങ്ങളിലൊന്നാണ് വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനം. ഇപ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ പലതിൻ്റെയും ചെയർമാൻ സ്ഥാനം ഭരണകക്ഷിക്കാണ്. പക്ഷേ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനം തരൂരിന് നൽകിയതും കോൺഗ്രസ്സാണ്. പക്ഷേ അതിനേക്കാൾ വലുത് നൽകാൻ കഴിയുന്നത് ഒരുപക്ഷെ BJPക്കാണ്. കാരണം ഭരണം BJPക്കാണ്. തുടർ ഭരണമാണല്ലോ BJP നടത്തുന്നത്. അപ്പോൾ ഇന്ത്യയുടെ എമിസറിയായി, ദൂതനായി, ഏജന്റായി, മുഖമായി വിദേശത്തെ പോകാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം തരൂർ ആഗ്രഹിക്കുന്നു. സ്വാഭാവികം, വിശ്വപൗരൻ അതല്ലാതെ എന്താണ് ആഗ്രഹിക്കാൻ കഴിയുക? എഴുതുക, വായിക്കുക, തൻ്റെ പ്രഭാവം ലോകമെമ്പാടും പരക്കുക. അല്ല തിരുവനന്തപുരം കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ജനങ്ങൾ തോളത്ത് വെച്ചുകൊണ്ട് നടന്നു എന്നതുകൊണ്ട് മാത്രം തരൂർ വലിയ ആളാകുന്നില്ലല്ലോ. അതുകൊണ്ട് അതിന് മോദി ഒന്ന് കനിയണം, BJP ഒന്ന് കനിയണം, ദേശീയ ഗവൺമെൻറ് ഒന്ന്, നാഷണൽ ഗവൺമെൻറ് ഒന്ന് കഴിഞ്ഞല്ലോ. ഇന്ത്യയുടെ ഭാഗം, ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഇന്ത്യയുടെ ഭാഗം വിശദീകരിക്കാൻ വെളിയിൽ വിട്ടത് തരൂരിൻ്റെ നേതൃത്വത്തിലെ ഒരു ടീമിനെയല്ലേ? അവിടെ കോൺഗ്രസ് നേതാക്കളെയും പ്രതിപക്ഷത്തെ പ്രധാന മുഖങ്ങളെയും ഒക്കെ വിട്ടു. അത് നന്മ, ദേശീയ രാഷ്ട്രീയ, അത് തന്ത്രപരമായ, മോദിയുടെ തന്ത്രപരമായ മികവ് എന്നേ ഞാൻ പറയൂ. പിന്നെ ദേശസ്നേഹം എല്ലാ പാർട്ടികൾക്കും ഉണ്ട് എന്നതും വളരെ ശുഭോദർക്കമായ ഒരു കാര്യമാണ്. അതൊക്കെ നല്ല കാര്യം. പക്ഷേ ഈ കേന്ദ്ര സർക്കാരിൻ്റെ പല സ്വച്ഛ് ഭാരത് വിഷയം ഉൾപ്പെടെ 2014 തന്നെ ഇത് തുടങ്ങിയതാണ്. സ്വച്ഛ് ഭാരത് വിഷയം ഉൾപ്പെടെ മോദിയുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളെ, പ്ലാനുകളെ, സ്കീമുകളെ എൻഡോഴ്സ് ചെയ്യുകയും, നന്മ കണ്ടാൽ നല്ലത്, എന്താണ് ഇവിടെ എല്ലാം വൃത്തിയായി കിടക്കുന്നതിന് എന്താ കുഴപ്പം? അപ്പോൾ ഇവിടെ മോദിയുടെ പടം വലിയ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുന്നതിന് കോൺഗ്രസിന് അലോസരമുണ്ട്. പക്ഷേ തരൂറിനെ അത് ബാധിച്ചില്ല. തരൂർ അതിനെ അനുകൂലമായി പറഞ്ഞു. പിന്നീട് ഒട്ടനവധി, അതെല്ലാം ഞാൻ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഒട്ടനവധി അവസരങ്ങളിൽ മോദി സ്തുതി എന്ന് കോൺഗ്രസ് പറയുകയും അതേസമയം യഥാർത്ഥത്തിൽ ചില കാര്യങ്ങൾ തുറന്നു പറച്ചിലുകൾ, വ്യക്തിപരമായി നടത്തുന്ന അഭിപ്രായങ്ങൾ, കോൺഗ്രസ് നേതാവ് എന്ന നിലയിലല്ല, MP എന്ന നിലയിലല്ല, വ്യക്തിപരമായി അദ്ദേഹം നടത്തിയ പല പരാമർശങ്ങളും കോൺഗ്രസിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. അദ്ദേഹം എഴുതിയ പല ലേഖനങ്ങളും ബുദ്ധിമുട്ടുണ്ടാക്കി. പ്രത്യേകിച്ച് ഇവിടുത്തെ സ്റ്റാർട്ടപ്പ് കൾച്ചറിനെ കുറിച്ച് ഇടതുപക്ഷത്തെ സ്വല്പം പ്രകീർത്തിച്ചുകൊണ്ട് എഴുതി വെച്ചതെല്ലാം തന്നെ ഇന്ത്യൻ എക്സ്പ്രസിൽ എഴുതിയത് വൻ വിവാദമായി. ഇതാ തരൂർ ഇടതുപക്ഷത്തേക്ക് പോകുന്നു എന്ന് അന്നും പറഞ്ഞു വെച്ചു. ഇതൊക്കെ കണ്ട് തരൂർ ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് വാർത്താ പ്രാധാന്യം വേണം. എപ്പോഴും തൻ്റെ പേര് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണുന്നത് ഒരു ഉൾപ്പുളകമാണ് തരൂരിനെ സംബന്ധിച്ചിടത്തോളം. എത്രത്തോളം വിശ്വപ്രസിദ്ധൻ ആണെങ്കിൽ പോലും സ്വന്തം സംസ്ഥാനത്ത് തന്നെ ഒരു വിവാദം ഉണ്ടാവുകയും ആ വിവാദത്തിന് കേന്ദ്രസ്ഥാനത്ത് നിൽക്കുകയും തൻ്റെ പേര് വീണ്ടും വീണ്ടും മാധ്യമങ്ങൾ വീണ്ടും അത് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ കൈകാര്യം ചെയ്യുമ്പോൾ സ്പേസ് കിട്ടുകയാണ്. വാർത്തയുടെ മധ്യത്തിൽ നിൽക്കാൻ കിട്ടുന്ന ഒരവസരവും തരൂർ പാഴാക്കുന്നില്ല എന്നതാണ് അവസ്ഥ. അപ്പോൾ എന്തുകൊണ്ട് ഈ സമയത്ത് ഈ വീഡിയോ? നാളെ തരൂർ വീണ്ടും മലക്കം മറിയും, വീണ്ടും ഇത് അവസാനത്തെ ഏടല്ല. നമുക്കറിയാം, ആദ്യത്തെ അവസരമല്ല, അവസാനത്തെ അവസരമല്ല. പക്ഷേ ഈ ട്രെൻഡ് ഒന്ന് മനസ്സിലാക്കണം. തരൂറിനെ പോലെ ഒരു സംഘടനയിൽ എക്കാലത്തും ഉറച്ചു നിൽക്കുകയും മറ്റൊരു സ്വന്തമായ ഒരു ചിന്ത വികസിപ്പിച്ച് കൊണ്ടുപോവുകയും ചെയ്യാവുന്ന തരൂർ മോഡൽ, അത് തരൂറിന് മാത്രം വേണ്ടപ്പെട്ട കാര്യമാണ്. ആ മോഡൽ എങ്ങനെ കോൺഗ്രസ്സിന്, UDFന് മുതലാക്കാം, അതുകൂടി പരിശോധിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ വിജയത്തിൻ്റെ ഒരു പടിവാതിക്കലെത്തുകയാണ്. കപ്പിനും ചുണ്ടിനും ഇടയിൽ തരൂർ എന്ന പഴത്തൊലിയിൽ തട്ടി തെന്നി അധികാരം കൈമോശം വരാതിരിക്കാൻ കിണഞ്ഞ് ശ്രമിക്കുകയാണ്. അതുകൊണ്ട് ഹൈക്കമാൻഡ് കോൺഗ്രസിൻ്റെ കേരളത്തിലെ നേതാക്കളോട് പറഞ്ഞിട്ടുണ്ട്, തരൂരിൽ നിന്ന് ഞങ്ങൾ ചില ഉറപ്പുകൾ വാങ്ങും. എന്താണ് ആ ഉറപ്പ്? നിങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനം തരൂർ കൊണ്ടുപോകില്ല. എനിക്ക് മുഖ്യമന്ത്രി ആകണ്ട, ഞാൻ ആ സ്ഥാനത്തിന് വേണ്ടി അല്ല നിൽക്കുന്നത്. തരൂരിൻ്റെ മോഹമുണ്ടായിരുന്നു, അത് നിരാകരിക്കാനാവില്ല.
ഈ പ്രതിപക്ഷത്ത് എത്ര കാലം ഇരിക്കാൻ പറ്റും? പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായിരുന്നു പാർലമെൻറ്റിൽ അദ്ദേഹം തിരഞ്ഞെടുത്ത് വന്നപ്പോൾ. അതിന് മുൻപ് തന്നെ അദ്ദേഹം ഭരണപക്ഷത്തായിരുന്നു അല്ലേ? അദ്ദേഹം കേന്ദ്രത്തിൽ രണ്ട് വിഷയങ്ങളുടെ സഹമന്ത്രിയായിരുന്നു. വിദേശകാര്യത്തിൻ്റെയും ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റിൻ്റെയും സഹമന്ത്രിയായിരുന്നു അദ്ദേഹം. വളരെ പെട്ടെന്ന് തന്നെ ചില വിവാദങ്ങളിൽപ്പെട്ട് രാജിവെച്ച് മാറേണ്ടി വന്നു, അതൊക്കെ സത്യമാണ്. പിന്നീട് കോൺഗ്രസ്സിന് ഭരണമുണ്ടായില്ല. മൻമോഹൻ സിംഗ് ഗവൺമെൻറ് അവസാന കോൺഗ്രസ് ഗവൺമെൻറ്റാണ്. പിന്നെ ഒരു ഇടം കിട്ടണമെങ്കിൽ പ്രതിപക്ഷത്തെ സ്വരമായി മാറണം പാർലമെൻ്റ് ഡിബേറ്റുകളിൽ. അത് തരൂർ റിലീഷ് ചെയ്യുന്ന കാര്യമാണ്. അത് ഭംഗിയായി അദ്ദേഹം നിർവഹിക്കുകയും ചെയ്തു. മോദിക്കെതിരെ അത്യുഗ്രമായ വാഗ്ധോരണയോടുകൂടി ഇംഗ്ലീഷിൽ കത്തിക്കേറെ പ്രസംഗങ്ങൾ അത് പാർലമെൻറ്റ് രേഖകൾ നമുക്ക് കാണാം. പക്ഷേ ഇപ്പോഴോ രാഹുൽ ഗാന്ധി ഉണ്ട് പാർലമെൻറ്റിൽ, ലോക്സഭയിൽ, പ്രിയങ്ക ഗാന്ധി ലോക്സഭയിലുണ്ട്. അപ്പോൾ തരൂറിന് സംസാരിക്കാൻ എത്ര സമയം കിട്ടും? അപ്പോൾ പാർലമെൻറ്റ് ചർച്ചകളിൽ തരൂറിനെ ലേശം അവഗണിക്കുന്ന ഒരു നിലപാട്. അപ്പോൾ തരൂർ വളരെ ഖിന്നനാണ്. അപ്പോൾ പിന്നെ യഥാർത്ഥത്തിൽ തൻ്റെ ഒരു പ്രഭാവം ദേശീയ തലത്തിൽ കാട്ടാൻ വേറെ വഴി ഒന്നുമില്ല എന്ന് കാണുന്നു. പക്ഷേ എങ്കിൽ ഇവിടെ താരപ്രചാരകൻ, ഇവിടെ കേരളത്തിലെങ്കിലും ഒരു താരമൂല്യമുള്ള നേതാവായി നിൽക്കണം. അതിൻ്റെ ഭാഗമായിട്ടാണ് NSSൻ്റെ ആസ്ഥാനവുമായിട്ട് ബന്ധപ്പെടുന്നത്, ക്രൈസ്തവ നേതൃത്വവുമായി നിരന്തരമായി ബന്ധപ്പെടുന്നതൊക്കെ 2002, 2022, 2023 കാലഘട്ടത്തിലെ തരൂരിൻ്റെ വിനോദങ്ങളാണ്. അപ്പോൾ ഏറെ പുരുക്കങ്ങൾ തൊഴിഞ്ഞു. മുഖ്യമന്ത്രി പദത്തിലേക്കാണോ തരൂർ നോട്ടം? ഇപ്പോൾ തരൂർ കാറ്റഗോറിക്കായി രാഹുൽ ഗാന്ധിക്കും മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും അഷ്വറൻസ് നൽകിയിരിക്കുന്നു. ഞാൻ കേരള മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നില്ല, നിങ്ങൾ ആരെ വേണമെങ്കിലും ആക്കിക്കോളൂ, ഞാൻ പ്രചരണത്തിന് തയ്യാർ. അപ്പോൾ ഇവിടെ വരുമ്പോൾ, പ്രചരണത്തിന് വരുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ മുഖം തിരിച്ച് നിൽക്കരുതല്ലോ. അപ്പോൾ അവരോട് കർശനമായി പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ തരൂരിനെ വേണ്ട പോലെ ആദരിച്ച്, ഓൾ ദാറ്റ് ഹി നീഡ്സ് അറ്റ് ദ ഔട്ട്സെറ്റ് ഈസ് റെസ്പെക്ട്. പവർ എന്നുള്ള രണ്ടാമതാണ്. അവഗണന എന്ന് പറയുന്നത് ക്രൂരമാണ്. തരൂരിനെ പോലെ ഒരാളെ അവഗണിക്കുന്നത് ക്രൂരമാണ്. തരൂരിനെ മാത്രം കൊണ്ടുവരാൻ കഴിയുന്ന ചില ഗുഡ്വിൽ വോട്ടുകളുണ്ട്. തരൂരിനെ പോലെ ഒരാൾ ഉള്ള ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു വിശ്വസ്തതയുണ്ട് കോൺഗ്രസ് പാർട്ടിക്കും. അത് വേറെ ഒരു പാർട്ടിക്ക് അവകാശപ്പെടാനാവാത്ത ഒരു വിശ്വസ്തതയാണ്. അത് നഷ്ടപ്പെടുത്താൻ കോൺഗ്രസ്സുകാർ ശ്രമിക്കരുത്. തരൂരിനെ താരപ്രചാരകനായി ചേർത്ത് പിടിക്കണം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ, കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ എത്ര ഡിമാൻഡായിരുന്നു തരൂരിനെ പ്രസംഗിക്കാനൊന്ന് കിട്ടുമോ എന്ന് ചോദിച്ച് സ്ഥാനാർത്ഥികൾ, അദ്ദേഹത്തെ മുച്ചൂട് വിതർക്കുന്ന സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ തരൂരിൻ്റെ സമയത്തിന് വേണ്ടി ക്യൂ നിന്നു. ഇനിയും നിൽക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തരൂർ തന്നെ ആകാൻ സാധ്യതയുണ്ട് കോൺഗ്രസിൻ്റെ താരപ്രചാരകൻ. പക്ഷേ ബുദ്ധിയുള്ള കേരള ജനതയുടെ മനസ്സിലൊക്കെ തരൂർ പറഞ്ഞതും തരൂർ പൊസിഷൻ ചെയ്തതും ഒക്കെ പെട്ടെന്ന് മറക്കാനും സാധ്യതയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാം മുറിവുകൾ വെച്ച് കെട്ടി ഉണക്കുന്ന, തൽക്കാലത്തേക്കെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഉണക്കിയെടുക്കുന്ന ഒരു തിരക്കിലാണ് എന്നാണ് എൻ്റെ ഒരു ചിന്ത. അതുകൊണ്ടിപ്പോൾ ഗാന്ധി രക്തസാക്ഷിത്വ ദിനവുമായി ബന്ധപ്പെട്ട് KPCC ആസ്ഥാനത്ത് ഇന്ദിരാഭവനിൽ തിരുവനന്തപുരത്ത് എല്ലാവരും കൂടി ചേർന്ന് നിൽക്കുന്ന നിൽപ്പുണ്ടല്ലോ. രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവ് VD സതീശനും കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സണ്ണി ജോസഫും ഉന്നതരായ കോൺഗ്രസ് നേതാക്കളും എല്ലാം ചേർന്ന് തരൂരിനെ മധ്യത്തിൽ നിർത്തി നിൽക്കുന്ന നിൽപ്പുണ്ടല്ലോ. എന്തൊരു ഐശ്വര്യമാണിത് കാണാൻ. ഈ ഐശ്വര്യം എത്ര കാലം ഉണ്ടാകും കോൺഗ്രസിൽ എന്ന സംശയം ബാക്കി വെച്ചുകൊണ്ട്, തരൂർ ഇസ് എ ഡെലിക്കേറ്റ് കമ്മോഡിറ്റി ബട്ട് എ വാല്യുബിൾ കമ്മോഡിറ്റി. അതുകൊണ്ട് ഡോണ്ട് ട്രൈ ടു ടാമ്പർ വിത്ത് ഹിം ടു മച്ച്. അതുകൊണ്ട് വളരെ ഹാൻഡിൽ ഹിം വിത്ത് കെയർ എന്നതാണ് കോൺഗ്രസ്സുകാരോടുള്ള എളിയ ഒരു നിർദ്ദേശവും ഉപദേശവും. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് പാർട്ടിക്ക് നല്ലത്, UDFന് നല്ലത്. അല്ല എങ്കിൽ LDFിലെങ്ങാനും തരൂർ ചേരാൻ തീരുമാനിക്കുകയും ചേരുകയും ചെയ്താൽ UDFന് ഉണ്ടാക്കാമായിരുന്ന ആഘാതം വളരെ വലുതാണ്. തരൂർ എന്ന വ്യക്തിയല്ല, ക്രെഡിബിലിറ്റി ക്രൈസിസാണ്. അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നതാണ് ഇപ്പോഴത്തെ സൂചന. BJPയിൽ ചേരുന്നതാണ് ഒരുപക്ഷെ നേട്ടം, വ്യക്തിപരമായി തരൂരിന് നേട്ടം. കേന്ദ്ര ക്യാബിനറ്റിൽ ഒരു ഇടം കിട്ടാം, ഒരുപക്ഷെ രാജ്യസഭയിൽ അദ്ദേഹത്തെ കൊണ്ടുവരാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ വീണ്ടും രാജിവെച്ച് മത്സരിപ്പിച്ച് തിരുവനന്തപുരം ജയിക്കാനാവുമോ എന്നുവരെ നോക്കാവുന്ന കാര്യമാണ്. അതൊക്കെ വെറും ഹൈപ്പോത്തറ്റിക്കൽ കാര്യങ്ങൾ മാത്രമാണ്, അതൊന്നും ഇപ്പോൾ സാധ്യമല്ല. തരൂരിന്, ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് തരൂരിന് വ്യക്തിപരമായി നേട്ടങ്ങളാണ് വേണ്ടതെങ്കിൽ BJPയിൽ ചേരുക തന്നെയാണ് നല്ലത്. പക്ഷേ തരൂർ ഈസ് എ ഫൈറ്റർ. He is taking a very, very strenuous route to stay put in Congress party. അത് എത്രത്തോളം എന്നതാണ്, കോൺഗ്രസ് എത്രത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തരൂരിൻ്റെ ഒരു ഗ്ലാമറിനെ ഉപയോഗിക്കാൻ കഴിയും. മറ്റെല്ലാം ബറിയിങ് ദ ഹാച്ചറ്റ്, എല്ലാം കുഴിച്ചു വെച്ചതിന് ശേഷം, എല്ലാ വൈജാത്യങ്ങളും താഴെ വെച്ചതിന് ശേഷം തരൂരിൻ്റെ ഒരു പ്രഭാവത്തിൽ, കളക്റ്റീവ് ലീഡർഷിപ്പിൽ ഒരുമിച്ച് കോൺഗ്രസിനും UDFനും മുന്നോട്ട് പോകാനാവുമോ എന്ന ആലോചനയിലാണ് ഇപ്പോൾ UDF നേതൃത്വം.